മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് ഇപ്പം ശക്തമായി കേൾക്കുന്ന പേര് കെ.സി. വേണുഗോപാൽ. കെ.സി. വേണുഗോപാലിന് തന്നെയാണ് ചാൻസ് ഉള്ളതും കെ.സി. തന്നെ എന്ന് ഏകദേശമൊക്കെ ഉറപ്പിക്കാം എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ എത്തി. അപ്പൊ എന്തൊക്കെയായിരിക്കും ഇനിയും വരാൻ പോകുന്നത്? എന്തായാലും അടിയൊക്കെ തന്നെ നടക്കും, ഇനിയും പ്രശ്നങ്ങളുണ്ടാവും. എന്തായിരിക്കും നടക്കാൻ പോവാ? കേരളത്തിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വോട്ട് ചെയ്ത ജയിപ്പിച്ച ഒരു വിഭാഗം ആൾക്കാരെ അങ്ങേയറ്റത്തെ മണ്ടന്മാരാക്കുന്ന സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്തിന്റെ പേരിലാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ജനാധിപത്യപരമായി എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നടക്കുക? സാധാരണഗതിയിൽ വിജയിക്കുന്ന മുന്നണിയിൽ അവർ തന്നെ MLA-മാരുടെ ഭൂരിപക്ഷം അനുസരിച്ച് വിജയിച്ച കൂട്ടത്തിൽ നിന്നുള്ള ഒരു MLA-യെ മുഖ്യമന്ത്രിയായിട്ട് അതാണ് സാധാരണഗതിയിൽ കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയം നോക്കിക്കോളും. കേരളത്തിനോടൊപ്പം തന്നെ വോട്ടെണ്ണി കഴിഞ്ഞ 2 സംസ്ഥാനങ്ങൾ, ബംഗാളും തമിഴ്നാടും, രണ്ടിടത്തും നമ്മൾ നോക്കിക്കോളും മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അധികാരമേറ്റു. ഇന്നിതാ TVK നേതാവ് വിജയ് ഇന്ന് ഇദ്ദേഹത്തെ കാണാൻ പോകുന്നു. സ്റ്റാലിനുമായിട്ട് കൂടിക്കാഴ്ച, ഉദയനിധി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, നമ്മുടെ കേരളത്തിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? അതേസമയം അവിടെ തമിഴ്നാട്ടിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ TVKക്ക് കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അതായത് ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കാൻ വേണ്ട ഒരു ഭൂരിപക്ഷം TVKക്ക് ഇല്ല. എന്നിട്ടും ആ പറയുന്ന ഘടകകക്ഷികളുമായി ചേർന്നിട്ടും മറ്റു കക്ഷികളിൽ നിന്നും ആൾക്കാരെ MLA-മാരെ കൊണ്ടുവന്ന് വളരെ ക്രമപ്പെടുത്തി ചിട്ടയായി ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയും മുഖ്യമന്ത്രിയായിട്ട് വിജയ് സ്ഥാനമേൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം തൊട്ടടുത്ത സംസ്ഥാനത്ത് നടക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കോളൂ. കേരളത്തിൽ ആകെയുള്ളതെന്ന് വെച്ചാൽ 140 മണ്ഡലങ്ങളും അതിൽ 102 സീറ്റ് UDF-ന് കിട്ടുകയും ചെയ്തു. 63 കോൺഗ്രസിനും കിട്ടി. ഇതിൽ ഏറ്റവും മുൻപനായി നിൽക്കുന്ന ഒരു MLA-യെ, എല്ലാ MLA-മാർക്കും താല്പര്യമുള്ള ഒരു MLA-യെ മുഖ്യമന്ത്രിയാക്കുക എന്ന് പറയുന്ന ഒരു ചിട്ടവട്ടം പാലിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയ്ക്ക് അമാന്തം ഉണ്ടാകുക? ഇപ്പൊ നമ്മൾ നോക്കേണ്ട ഇപ്പം DMK-ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരു CPM CPI അവര് നേരെ എന്ത് ചെയ്തു? DMK-യുമായി സംസാരിച്ചു. DMK-യുടെ അനുമതിയോടുകൂടി അവർക്ക് കത്ത് കൊടുക്കുന്നു TVK-ക്ക്. എന്തിനു വേണ്ടി? മന്ത്രിസഭ രൂപീകരിക്കാൻ. എന്നിട്ട് CPM-ഓടെ നിലപാടെന്താ? ഞങ്ങൾ നിങ്ങളെ പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ മന്ത്രിസഭയിലേക്ക് വരുന്നില്ല, പകരം പുറത്തു നിന്നുകൊണ്ട് TVK-ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. എന്തിനു വേണ്ടി? അവിടെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ, അവിടെ ഭരണം അസ്ഥിരപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് പൊതുരീതി. എന്നിട്ട് അവരെന്താ അവിടെ പോയി DMK-യുടെ പെർമിഷൻ ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ പിന്തുണ കൊടുത്തോട്ടെ. DMK-യും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമല്ലേ സ്വീകരിച്ചത്. അവിടെ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. ഭൂരിപക്ഷം കിട്ടാത്ത സ്ഥിതിക്ക് ഭൂരിപക്ഷം കിട്ടിയ ഒരു പാർട്ടി, ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല, കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല, എന്നാൽ തന്നെയും മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി അവരൊരു സാഹചര്യം ഒരുക്കി കൊടുത്തല്ലോ. അതാണ് അവരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത്. അതാണ് അവരുടെ പൊളിറ്റിക്സ്. DMK കാണിച്ചൊരു മര്യാദ ആലോചിച്ച് നോക്കൂ. തോറ്റുപോയി, അതുകൊണ്ട് ഞങ്ങൾ വാശി കാണിക്കാം എന്നവർ DMK വന്നില്ല. DMK ഒരു പക്ഷേ മുന്നണി ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ പറയും നിങ്ങൾ പിന്തുണ കൊടുക്കണ്ട എന്ന് CPM-നോട് പറഞ്ഞിരുന്നെങ്കിലോ, ഇടത് പാർട്ടികളോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ ഭരണം വീണ്ടും അസ്ഥിരപ്പെടും. എന്നാൽ ഇവിടെ കേരളത്തിന്റെ സ്ഥിതി നേരെ വിപരീതമാ. 71 വേണ്ടിടത്ത് 102 ഭൂരിപക്ഷം. മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. KC ഇതിനു വേണ്ടി പിടിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. KC വേണുഗോപാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് കിടന്ന് പിടിക്കുന്നത്? KC കുറച്ചുകൂടെ കഴിഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെയുടെ ഇതഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണകാലാവധി അവസാനിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ KC വേണുഗോപാലിന് AICCയുടെ അധ്യക്ഷനാകാം. എന്ന് വെച്ചാൽ അഖിലേന്ത്യാ കോൺഗ്രസിന്റെ അധ്യക്ഷനായി നേതൃസ്ഥാനത്തേക്ക് ഇരിക്കാൻ പറ്റും KC വേണുഗോപാലിന്. അതല്ലേ നല്ലത്? അതിന് പകരം ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ വന്നിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി നിലവിലൊരു MLA അല്ല, ഈ MLA അല്ലാത്ത ഒരാൾ ഇവിടെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കിടന്ന് പാടുപെടുകയാണ്. അപ്പം ഈ VD സതീശൻ ചെയ്തെല്ലാം പോയി. രമേശ് ചെന്നിത്തല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പോയി. അപ്പം ഈ പറയുന്ന എന്നിട്ടോ കുറെ നന്ദികെട്ട MLA-മാരെന്ന് പറയേണ്ടി വരുമല്ലോ. നന്ദികെട്ട ഈ പറയുന്ന MLA-മാരുടെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ MLA-മാരും 46 വരുന്ന MLA-മാര് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുക. ഇവരൊക്കെ പിന്നെ എന്തിനായിരുന്നു പറയുന്നത്? ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ഈ MLA-മാരൊക്കെ എന്തിനായിരുന്നു നാണമില്ല VD സതീശന്റെ പിന്നാലെ എന്ന് പറഞ്ഞിട്ടുണ്ടാണത്? ആ VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരുന്ന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പൊ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് KC എന്ന് പറയുന്ന ഒരാളെ കണ്ടപ്പം ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പരിപാടിയാണ് ശരിക്കും കേരളത്തിലെ MLA-മാര് കാണിച്ചത്. നന്ദികേട്, നെറികേട് എന്ന് പറയും.
അല്ലെ? പിന്നെ നമ്മൾ എല്ലാ ജില്ലകളിലും ഉണ്ട്. മുഹമ്മദ് ഷിയാസ് ഒക്കെ അംഗീകരിക്കുന്ന പൊക്കോട്ടെന്ന് വിചാരിക്കും. ചാണ്ടി ഉമ്മൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ചാണ്ടി പുതുപ്പള്ളിയിൽ ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ഈ പറഞ്ഞ കെ സി വേണുഗോപാൽ ഇല്ല. ആ ബൈ ഇലക്ഷന് വേണ്ടി രാപ്പകൽ പണിയെടുത്ത ഒരു വ്യക്തിയുടെ പേര് പിന്നെ ഇതാണ് വി ഡി സതീശൻ എന്നാണ്. ആ വി ഡി സതീശനോട് അല്പമെങ്കിലും നന്ദി കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? സി ആർ മഹേഷ്, എം ലിജു അടക്കമുള്ള ഒരുപറ്റ നേതാക്കന്മാർ, ഒരുപറ്റ MLA മാർ കെ സി വേണുഗോപാലിന്റെ പക്ഷത്ത് നിൽക്കുക. എന്നിട്ടിപ്പോ കെ സി പറയുന്നത് ഞാൻ പുള്ളി തന്നെ വരും, പക്ഷേ അവിടെ വി ഡി സതീശൻ ഉണ്ടാകാൻ പാടില്ല ആ ക്യാബിനറ്റില്. ഇതാണോ ഒരു തീരുമാനം? അതെന്തിന് നന്ദികേടാണ് സത്യത്തിൽ. വി ഡി സതീശൻ ആ ക്യാബിനറ്റിൽ ഉണ്ടാകാൻ പാടില്ല അത്രേ. ഇതാണ് കോൺഗ്രസിന്റെ ഒരു തനി ഗുണമെന്ന് പറഞ്ഞ. സത്യം പറയാമല്ലോ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഇതിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ സ്വയം പുച്ഛിക്കേണ്ട സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായി പറഞ്ഞ ഇങ്ങനെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വി ഡി സതീശൻ ജയിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പം വി ഡിയുടെ പക്ഷത്താ. കാര്യം ഇത്രത്തോളം വി ഡി സതീശൻ തിരസ്കൃതനാകുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. അദ്ദേഹം കള്ളം പറഞ്ഞു, കാര്യം എല്ലാം ശരിയാണ്. പക്ഷേ ഇദ്ദേഹം അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ അങ്ങനെ നടത്തിയ പുതിയുഗ യാത്രയുണ്ട്. ആ പുതിയുഗ യാത്രയിൽ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലുള്ള ഓരോ വ്യക്തിയും അത് കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് കൂടിയും അതിനെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെറ്റാണ്, അക്ഷന്തവ്യമായ അപരാധമാണ്. അതെന്ന് വെച്ചാൽ അങ്ങനെ അധികാരത്തിൽ കയറിയാലും കെ സിക്ക് മനസമാധാനമായിട്ട് അവിടെ നിന്ന് ഭരിക്കാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശന് ജനങ്ങൾ അനുകൂലികളായിട്ടുണ്ട്. തന്നെയല്ല, സതീശന് വേണ്ടിയിട്ട് മലബാർ മേഖലയിലും ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയും ഈ കെ സി വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിന്റെ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് മത്സരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. പക്ഷെ രാജിവെച്ചിട്ട് മത്സരിക്കണം ആണാണെങ്കിൽ. ഈ കെ സി വേണുഗോപാൽ ആണാണെങ്കിൽ രാജിവെച്ചിട്ട് MP സ്ഥാനം രാജിവെച്ചിട്ട് ഇരിക്കൂറോ എവിടാന്ന് വെച്ചാൽ പോയി മത്സരിക്കട്ടെ. എന്നിട്ട് മത്സരിച്ച് ജയിച്ച് വരണം. ഈ ഇത്രയും നാണം കെട്ട പണി എടുത്തുമ്പോൾ ബാക്കി കോൺഗ്രസിലെ പ്രവർത്തകരുണ്ടല്ലോ, MLA മാര് മാത്രമേ അനുകൂലത്തോട്ട് നിൽക്കുന്നുള്ളൂ. ബാക്കി കുറെ പ്രവർത്തകരെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവിടെ കുറെ അണികള്, ഇവരും കൂടെ വോട്ട് ചെയ്താലേ അവിടെ ജയിക്കത്തുള്ളൂ. എന്നിട്ട് മുസ്ലിം ലീഗിന് അവിടെയൊക്കെ ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രാധാന്യം കൂടെ വേണം. മുസ്ലിം ലീഗ് കൂടെ പിന്തുണയ്ക്കണം അവിടെയൊക്കെ ജയിക്കണമെങ്കിൽ. ഈ മുസ്ലിം ലീഗിന് ഉയർത്തിക്കൊണ്ടുവന്നാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം. അടുത്ത വെച്ചിരിക്കുന്ന ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇല്ല, അത് പരിഗണനയില്ല ആ തീരുമാനം. അപ്പം വി ഡി സതീശൻ ക്യാബിനറ്റിൽ ഉണ്ടാകരുത്, ഉപമുഖ്യമന്ത്രി സ്ഥാനവും പാടില്ല. എന്തുകൊണ്ടാ? ലീഗിലെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടതാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ലീഗ് എടുത്ത നിലപാടെന്താ? വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ലീഗ് എടുത്തത്. അപ്പം അങ്ങനെയുള്ള ലീഗിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു രീതി നെറികേടെന്നല്ല, എന്ത് പറയാനാ, നെറികേട്. മലപ്പുറം ജില്ല കയ്യിലിരിക്കണമെങ്കിൽ ഇവരുടെ കൂടെ ലീഗ് ഉണ്ടാവണം. മലപ്പുറം മാത്രമാണോ? ഇപ്പൊ കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും ഏത് വടക്കൻ മലബാറിലുള്ള ഏത് ജില്ലയിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ജയിക്കണമെങ്കിൽ അവിടെ രാപ്പകൽ ഈ പറയുന്ന ലീഗുകാർ കിടന്ന് പണിപ്പെടണം. അല്ല ജയിക്കാൻ പോകുന്നില്ല കോൺഗ്രസ്. എന്നിട്ടാണ് ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇല്ല. ഇതാണ് കെ സി വേണുഗോപാൽ. ഈ കെ സി വേണുഗോപാലിനെ അവിടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. MP സ്ഥാനവും പോവും. ഈ പറഞ്ഞ ആകെപ്പാടെ പിന്നെ കെ സി വേണുഗോപാലിന് ഉണ്ടാവുക AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി. ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്ന ആരെന്നറിയോ? ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ്. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളിനെ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടിചോറോ ഇങ്ങോട്ട് വാരിക്കാന്നൊരു ചൊല്ലുണ്ട് എന്ന് പറയുന്ന പോലെ ഇക്കണ്ട കളിയെല്ലാം കളിപ്പിച്ച പിന്നെ ഈ പറഞ്ഞ കെ സി വേണുഗോപാല ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട്. കാര്യം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വലിയ പൊളിറ്റിക്കൽ നോളജ് ഉള്ള ഒരാളൊന്നുമല്ല. രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ അറിയാവുന്ന ഒരു നേതാവേ അല്ല രാഹുൽ ഗാന്ധി. അല്ല, മുന്നേ തൊട്ടേ പറയുന്നുണ്ടല്ലോ കെ സി വേണുഗോപാൽ പെട്ടെന്ന് ഇവിടെ ലാൻഡ് ചെയ്തത് തന്നെ ഈ പറയുന്ന സ്ഥാനത്തിന് വേണ്ടി തന്നെയായിരുന്നു. അതിനു വേണ്ടി പുള്ളി അന്നേ പ്രിപ്പയർ ചെയ്തു. MLA മാരെ എങ്ങനെ കൂടെ നിർത്താം, എങ്ങനെ ഈ പവർ ഗ്രൂപ്പ് ഉണ്ടാക്കി എങ്ങനെ ആൾക്കാരെ കൂടെ നിർത്താം എന്നെല്ലാം വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്ത് അങ്ങനെ നിർത്തിയിട്ടുമുണ്ട്. അതെ അതെ, അതിനുവേണ്ടിയുള്ള കളികളെല്ലാം കളിച്ചു വെച്ചിരിക്കുകയല്ലേ. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. കേരളത്തില് ലീഗുകാര് കാര്യക്ഷമമായി ഇടയും. കാര്യം അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർക്കൊരു നോട്ടമുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഇത്രയും കാലം കിടന്ന് പാടുവിട്ട് എന്തിനാ? സിംപ്ലി ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനായിരുന്നു? കുഞ്ഞാലിക്കുട്ടി എത്ര കാലം, 10 വർഷം വെയിറ്റ് ചെയ്യുമായിരുന്നു കുഞ്ഞാലിക്കുട്ടി. എത്ര വയസ്സാവും കുഞ്ഞാലിക്കുട്ടിക്ക്? ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാനില്ലേ? ഇത് തന്നെയാണ് പിന്നെ രാജ്യത്ത് ഉടനീളം നടന്നുള്ള പ്രശ്നം. സച്ചിൻ പൈലറ്റ് പോയതും എല്ലാവരെയും ഈ പറയുന്ന പോലെ അതിലൂടെ ഇപ്പൊ ഡി കെ ശിവകുമാറിനെ തള്ളിക്കളഞ്ഞു. അവിടെ എത്ര സംഭവങ്ങൾ പറയാനുണ്ടെന്നേ ഈ ഹൈജാക്കിങ്ങിന്റെ. എന്നിട്ട് ഒരു MLA എങ്കിലും ആയിട്ടാണ് കെ സി വേണുഗോപാൽ ഈ ആവശ്യം ഉന്നയിക്കുന്നെങ്കിൽ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കും. കാര്യം എന്താ? ജനങ്ങൾ ഒരു MLA ആയിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു കെ സി വേണുഗോപാലിനെ.
വേറെ ആരും തനിക്ക് ശത്രുക്കളായി വരാതിരിക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാണ് MP-മാർ മത്സരിക്കണ്ട എന്ന് പറയുന്ന ഒരു തീരുമാനം കൊണ്ടുവന്നത്. വേറെ ആരും അവകാശവാദം പറഞ്ഞു വരരുത്. അടൂരിനെ ഒഴിവാക്കാം, അടൂർ പ്രകാശിനെ, പിന്നെ MK രാഘവനെ ഒഴിവാക്കാം, K സുധാകരനെ ഒഴിവാക്കാം, ഷാഫി പറമ്പലിനെ ഒഴിവാക്കാം. അങ്ങനെ കുറെ അധികം ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ തന്ത്രപരമായ നീക്കമായിരുന്നു MP-മാര് മത്സരിക്കരുതെന്ന്. കാര്യം K സുധാകരൻ കൂടി മത്സര രംഗത്തേക്ക് ഇറങ്ങും. K സുധാകരൻ ജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള, മലബാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള K സുധാകരനാണ്. K സുധാകരൻ മുഖ്യമന്ത്രിയാവും. VD സതീശനെക്കാട്ടി ഫാൻസ് K സുധാകരനുണ്ട്. അപ്പൊ K സുധാകരൻ അങ്ങനെ ഒഴിവാക്കി നിർത്തണം. ഷാഫി പറമ്പലിനെ കൊണ്ടുവരാൻ പറ്റില്ല. ഷാഫി പറമ്പലിനും ഫാൻസ് ഉണ്ട്. KC-യെക്കാട്ടി ഫാൻസ് ഷാഫി പറമ്പലിനുണ്ട്. അതും പറ്റില്ല. യൂത്ത് മുഴുവൻ KC-ക്കൊപ്പം പിന്നെ ഷാഫിക്കൊപ്പം നിൽക്കും. അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വളരെ തന്ത്രപൂർവ്വം പലരെയും ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പം കോഴിക്കോടിന്റെ മുഖമാണ് MK രാഘവൻ, അവരെ എല്ലാവരെയും വളരെ തന്ത്രപരമായി ഒഴിവാക്കിക്കൊണ്ടാണ് ശരിക്കും KC വേണുഗോപാൽ ഈ ഒരു എൻട്രി നടത്തിയിരിക്കുന്നത്. തീർത്തും രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പോലും പുലർത്തേണ്ട മര്യാദകളെ കുറിച്ച് പോലും അറിയാതെയാണ് KC ഈ രീതിയിൽ VD സതീശനെ ഒതുക്കുന്നത്. ഇത് ഭയങ്കര ഒതുക്കലായിപ്പോയി. അതുകൊണ്ട് തന്നെ ലീഗിനെ ഒഴിവാക്കുന്ന രീതി, അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം KC ഇനി വടക്കൻ ഉള്ള ഏതെങ്കിലും ഒരു ജില്ലയിൽ മത്സരിച്ചിരുന്നാൽ പോലും യാതൊരു പ്രയോജനവും കിട്ടാതെ അവിടെ പരാജയപ്പെടുത്തുന്ന എല്ലാ രീതികളും ഈ മുസ്ലിം ലീഗ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ക്യാബിനറ്റിൽ VD സതീശൻ ക്യാബിനറ്റിന് പുറത്തു നിന്നാലും ശരി, VD സതീശൻ നയിക്കുന്ന ഒരു പട തന്നെ കേരളത്തിലുണ്ട്. അവര് വിചാരിച്ചു കഴിഞ്ഞാൽ KC-യെ നൈസായിട്ട് പൂട്ടാനും പറ്റും. അപ്പം ഈ രീതിയിലൊക്കെ ആകുമ്പോൾ കേരളത്തിന്റെ ഭരണസ്തംഭനം എന്ന് പറയുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് കേരളം പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തന്നെയല്ല, ഈ ഒരു ക്യാബിനറ്റ് കാലാവധി പൂർത്തിയാക്കുമോ എന്നുള്ളതും പിന്നെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.